വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഗുവാഷ് കളേഴ്സാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെറിയൊരു സ്കെച്ച് ബുക്ക് വേണം, 3 ബ്രഷ് വേണം. അത് തിന്നായിട്ടും മീഡിയമായും ലാർജായിട്ടുള്ള 3 ബ്രഷ്. അപ്പം നമുക്ക് വേഗം സ്കെച്ചിങ് സ്റ്റാർട്ട് ചെയ്താലോ? സ്കെച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ പേജിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ പിക്ചർ വരുന്ന വിധത്തിൽ നമ്മൾ സ്കെച്ച് ചെയ്യണം. സ്കെച്ചിങ്ങൊക്കെ നല്ലോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ആദ്യം സ്കാർലറ്റ് റെഡ്, പിന്നെ ലെമൺ യെല്ലോ, വൈറ്റ്, ഇത് 3 കളേഴ്സാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. സ്കാർലറ്റ് റെഡും ലെമൺ യെല്ലോ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കും. പിന്നെ റെഡും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. ഈ പിക്ചറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ലൈറ്റ് അടിക്കുന്ന കാരണം കൊണ്ട് അവിടെ ലൈറ്റ് ഷെയ്ഡ്സാണ് കൊടുക്കുന്നത്. റൈറ്റ് സൈഡിൽ ഡാർക്ക് ഷെയ്ഡ്സും. അപ്പം സെൻറ്ററിൽ നമ്മൾ യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അതുമാതിരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പിക്ചറിന് ആ കളേഴ്സൊക്കെ നല്ല ഇങ്ങനെ എടുത്ത് കാണിക്കും. പിന്നെ നമുക്കിത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ലൈൻസ് ഇങ്ങനെ ലൈനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ ശരിക്കും അതുമാതിരി തന്നെ ആയിട്ട് വരാൻ തുടങ്ങും. ഇങ്ങനെ ലൈൻ ഇടുമ്പോൾ പിന്നെ ഹൈലൈറ്റ് കൊടുക്കുക. ലൈറ്റ് വരുന്ന സ്ഥലത്ത് വൈറ്റ് കൊടുത്ത് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുക. സ്റ്റെമ്മിനോട് ചേർന്നിട്ടുള്ള ഈ പോർഷനിൽ ലെമൺ യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുക. അടുത്തത് ബേൺഡ് സിയനും ബ്ലാക്കും മിക്സ് ചെയ്ത് അതിന് ബേസ് അടിച്ചു കൊടുക്കുകയാണ്. ഇത്തിരി വെള്ളം കൂടിപ്പോയി, ഇതിപ്പോൾ വാട്ടർ കളർ കൺസിസ്റ്റൻസിയാണ്. അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല, ഇത്തിരി കൂടി തിക്കായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇനി ഇവിടെ യെല്ലോ ഓക്കറാണ് എടുക്കുന്നത്. യെല്ലോ ഓക്കറും വൈറ്റും ബ്രൗണും ഇത് 3 മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ലെയറിനെ തിക്കാക്കി കൊണ്ടുവരാം. ഒബ്ജക്റ്റുമ്പോൾ ലൈറ്റ് അടിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നായതുകൊണ്ട് താഴെ ആ പോർഷനിലൊക്കെ ലൈറ്റായിട്ട് കളർ കൊടുക്കണം. അതുമാതിരി ഒബ്ജക്റ്റിൻ്റെ ബാക്കിൽ അതിൻ്റെ ഷാഡോ കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടി ബ്രൗൺ ആഡ് ചെയ്ത് അവിടെ ആ പോർഷനൊക്കെ ഡാർക്കായിട്ടാണ് അടിക്കേണ്ടത്. ഇനി ലൈറ്റായിട്ട് അടിച്ച പോർഷനും ഡാർക്കായിട്ട് അടിച്ച പോർഷനും ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ അടിയിലും ആ ഷാഡോ വരണം, അതെല്ലാം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ചും കൂടിയും ഡാർക്ക് കൊടുത്ത് ഷാഡോ ഒന്നും കൂടിയും വിസിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേമാതിരി കിട്ടും. ഇനി നമ്മൾ ഒബ്ജക്റ്റിനുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പോവാണ്. അതിന് ചെറിയ ലൈൻസ്, യെല്ലോ പോർഷനിൽ റെഡ് വെച്ചിട്ടുള്ള ലൈൻസും റെഡിൽ കുറച്ച് യെല്ലോ മരത്തെ ലൈൻസും കൊടുത്ത് ഡോട്ട്സ് ഇടണം. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ടെക്സ്ചറൊക്കെ ശരിക്കും ഒറിജിനലായ മാതിരി നമുക്ക് കിട്ടും. ഇത് സ്ലോ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ചെറിയ ലൈൻസ് ഇടുന്നത്. പിന്നെ അതിൻ്റെ കേർവിനനുസരിച്ച് വേണം നമ്മൾ ആ ലൈൻസ് ഇടാൻ. അപ്പോഴാണ് ആ 3D ആ കേർവ് നമുക്ക് അറിയുള്ളൂ. ചെറിയ വ്യത്യാസങ്ങൾ ഇടണം ലൈൻസ് ഇടുമ്പോൾ. ഡാർക്ക് പോർഷനിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത കളറില്ലേ റെഡ്, അതിൻ്റെ കൂടെ ഇത്തിരി അധികം മഞ്ഞ കൂട്ടരുത്, ലെമൺ യെല്ലോ ഇത്തിരി കൂട്ടിയിട്ട് ലൈൻസും ഡോട്ട്സും ഇടണം. ലൈറ്റ് വരുന്ന പോർഷനിൽ വൈറ്റ് കൊടുത്ത് ഹൈലൈറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് ഫിനിഷായി. ഗുവാഷ് കളേഴ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുവാഷ് പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് 1 ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് പോയി കാണാം. പിന്നെ പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പെയിൻറ്റിങ് കാണാൻ ഇഷ്ടമുള്ളവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. സോ നെക്സ്റ്റ് വീക്ക് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെയും ബൈ.